കായംകുളം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ നിറസാന്നിധ്യമായി AM ആരിഫ്. പുലർച്ചെ മുതൽ ഏറെ വൈകിയും പ്രചരണ യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു ആരിഫ്. മന്ത്രിമാരായ പി പ്രസാദ്, സജി ചെറിയാൻ അടക്കമുള്ള നേതാക്കൾ ആരിഫിനൊപ്പമുണ്ട്. മരിച്ച കോൺഗ്രസിന് മംഗളാശംസകൾ വേണ്ടെന്ന് പറയുന്നത് വെറുതെയല്ലെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. വെയിലത്ത് വെച്ച ഐസ് കട്ട പോലെ കോൺഗ്രസ് ഇന്ത്യയിൽ ഉരുകി ഒലിച്ചു പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി കായംകുളത്ത് നടന്ന പ്രചരണ യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മരിച്ച കോൺഗ്രസിന് മംഗളാശംസ വേണ്ട എന്ന് വെറുതെ പറയുന്നതല്ല. വെയിലത്ത് വെച്ച ഐസ് കട്ട കണക്ക് ഉരുകി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് ഇന്ത്യൻ ജനതയിൽ ഒരു പ്രതീക്ഷയും നൽകാൻ കഴിയുന്നില്ല. ഇന്ത്യ മുന്നണിയില്ലേ ഈ നാടിൻ്റെ മുന്നിൽ? ആ മുന്നണിക്കകത്ത് നിങ്ങളും കൂടിയൊക്കെ ചേർന്ന് നിൽക്കുന്നതല്ലേ? തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി ഉണ്ടാവേണ്ടതാണ്. ഇന്ത്യൻ ഇടതുപക്ഷം വലിയ പരിശ്രമം നടത്തി തന്നെയാണ് ഇത്തരമൊരു ആശയഗതി നാളുകൾക്ക് മുമ്പേ ഈ നാടിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, എല്ലാവരെയും ചേർത്തും കോർത്തും നിർത്തി മുമ്പോട്ടേക്ക് പോകണം എന്ന്. കോൺഗ്രസ് അതിന് തയ്യാറായതേ ഇല്ല. വളരെ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് കായംകുളം മണ്ഡലത്തിൽ AM ആരിഫിന് ലഭിച്ചത്. ഓരോ കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളാണ് തടിച്ചുകൂടിയത്. പ്രളയവും കോവിഡും നാശം വിതച്ചപ്പോൾ അരികിലുണ്ടായിരുന്നത് AM ആരിഫാണെന്നും അതുകൊണ്ട് തന്നെ അരികിലുള്ളവർക്ക് വോട്ട് ചെയ്യണമെന്നും AM ആരിഫ് അഭ്യർത്ഥിച്ചു. മന്ത്രിമാരായ പി പ്രസാദ്, സജി ചെറിയാൻ, കായംകുളം MLA പ്രതിഭ എന്നിവർ മണ്ഡലത്തിലുടനീളം സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, കായംകുളം.